നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാണിയംകുളത്ത് DYFI മുൻ നേതാവിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 നേരത്തെ പിടിയിലായ CPM DYFI നേതാക്കൾ റിമാൻഡിൽ. വിനീഷിനെ വധിക്കാൻ ശ്രമിച്ചത് പഞ്ചായത്തിലെയും സഹകരണ ബാങ്കിലെയും അഴിമതിക്കെതിരെ നിരന്തരം പ്രതികരിച്ചതിൻ്റെ പേരിലെന്ന് BJP. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രി പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് നേതാക്കൾ. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പൊട്ടനായ ഭരണാധികാരി ജനങ്ങൾക്ക് 8ന്റെ പണി നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. ഒറ്റപ്പാലത്ത് MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. 23 ഗ്രാമിലേറെ MDMAയുമായി യുവാക്കൾ പോലീസ് പിടിയിലായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. അറസ്റ്റിലായത് നഗരത്തിലെ പ്രധാന ലഹരി കച്ചവടക്കാരെന്ന് പോലീസ്. കടവല്ലൂർ കല്ലമ്പുറത്ത് വാഹനാപകടത്തിൽ ചാലശ്ശേരി സ്വദേശി മരിച്ചു. അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച്. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് 3 വാഹനങ്ങൾ തകർന്നു. കാൽനട യാത്രക്കാർക്കും പരിക്ക്. മാത്തൂരിൽ പോക്സോ കേസിലെ പ്രതി വിഷം കഴിച്ച് മരിച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. വാണിയംകുളത്ത് DYFI മുൻ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 സംഭവത്തിൽ നേരത്തെ പിടിയിലായ CPIM DYFI പ്രാദേശിക നേതാക്കൾ റിമാൻഡിലാണ്. DYFI മുൻ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗം മൂലംകുന്നത്ത് വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, DYFI കൂനത്തറ മേഖലാ ഭാരവാഹികളായ കുന്നത്ത് വീട്ടിൽ സുർജിത്ത്, പള്ളത്ത് വീട്ടിൽ കിരൺ എന്നിവരെ നേരത്തെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിറകെയാണ് ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായത്. റിമാൻഡിൽ കഴിയുന്ന മുഹമ്മദ് ഹാരിസിന്റെ അടുത്ത സുഹൃത്ത് ചെറുകാട്ടുപുലം സ്വദേശി രാജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനേഷിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ നടന്ന ആക്രമണമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന വിനേഷിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വിനേഷിന് നേരെ ആക്രമണമുണ്ടായത്. ആദ്യം വാണിയംകുളം ചന്ത പരിസരത്ത് വെച്ചും പിന്നീട് പനയൂരിൽ വെച്ചും മർദ്ദിക്കുകയായിരുന്നു. അക്രമം സംബന്ധിച്ച ആസൂത്രണവും ഗൂഢാലോചനയും വിശദമായി അന്വേഷിക്കുമെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്ത് മുൻ DYFI നേതാവിനെ CPM കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് BJP. സഹകരണ ബാങ്ക് അഴിമതിക്കെതിരെ പ്രതികരിച്ച വിനേഷ് CPM പ്രാദേശിക നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നുവെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വെറുമൊരു FB പോസ്റ്റിന്റെ പേരിലുണ്ടായ വധശ്രമമല്ല വാണിയംകുളത്ത് നടന്നത്. സഹകരണ ബാങ്ക് അഴിമതി മൂടിവെക്കാൻ ആസൂത്രിതമായി വിനേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബാങ്കിലെ അഴിമതിക്കെതിരെ നിരന്തരം പ്രതികരിച്ചിരുന്ന വ്യക്തിയാണ് വിനേഷ്. 2 ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും P. വേണുഗോപാൽ ആരോപിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. സംഭവത്തിലെ ഗൂഢാലോചനയാണ് പുറത്തുവരേണ്ടത്. പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇത് വെറുമൊരു FB പോസ്റ്റിൻ്റെ പേരിൽ മാത്രമുണ്ടായ കൊലപാതക ശ്രമമാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വാണിയംകുളത്ത് നടക്കുന്ന CPMനുള്ളിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഈ കൊലപാതക ശ്രമത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. ഒരു വർഷം മുന്നേ അവിടെയുള്ള സർവീസ് സഹകരണ ബാങ്കിലുള്ള അഴിമതി തുറന്ന് കാണിച്ചിട്ടുള്ള ആളാണ് ഈ വിനീഷ്. പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്ത് നേതാക്കന്മാരുടെയും അവരുടെ മക്കളുടെയും ഒക്കെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ പാർട്ടിക്കുള്ളിൽ ശ്രമിച്ചിട്ടുള്ള ആളാണ് വിനീഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനീഷിനെ കൊലപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാണിയംകുളം പഞ്ചായത്തിലുള്ള ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഗൂഢാലോചനയിൽ 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. പാർട്ടി നേതാക്കളുടെ അഴിമതിക്കെതിരെ ശബ്ദിച്ചാൽ അനുഭവം ഇതായിരിക്കുമെന്ന് കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താൻ കൂടിയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അക്രമികളെ പുറത്താക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല.
നടപടി സസ്പെൻഷൻ മാത്രമാണ്. വധശ്രമത്തിന് നേതൃത്വം നൽകിയ ഒരാൾ സ്ഥിരം ക്രിമിനലാണെന്നും സംഘത്തിന് മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രതി ചേർക്കപ്പെട്ട ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണ്. എന്നിട്ടും രാജിവെക്കാൻ പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. പാർട്ടി രാജി ആവശ്യപ്പെടേണ്ടതായിരുന്നു. തെളിവ് നശിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും അക്രമത്തിന് CPM ജില്ലാ നേതൃത്വത്തിന്റെ മൗനാനുവാദമുണ്ടെന്നും പി വേണുഗോപാൽ ആരോപിച്ചു. യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രതി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണെന്നിരിക്കെ അവൻ മകൻ മാത്രമല്ല പാർട്ടി നേതാവുമായ സ്ഥിതിക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാവേണ്ടതായിരുന്നു. അതിനു പകരം ആ സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്ന് തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുമാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. BJP വെസ്റ്റ് ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ, മേഖലാ സെക്രട്ടറി AP പ്രസാദ്, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, സോഷ്യൽ മീഡിയ സെൽ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളോത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൊട്ടനായ ഭരണാധികാരി ജനങ്ങൾക്ക് 8ന്റെ പണി നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. ഷാഫി പറമ്പിൽ MPയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പാലക്കാട്ട് കോൺഗ്രസ് നടത്തിയ റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു C ചന്ദ്രൻ. കോൺഗ്രസ് പ്രവർത്തകരുടെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും C ചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെ തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് ഷാഫി പറമ്പിലിന് നേരെ നടന്ന ആക്രമണമെന്നും C ചന്ദ്രൻ പറഞ്ഞു. 2 ആഴ്ച മുമ്പാണ് ശ്രീ ഷാഫിയെ വടകരയിൽ വെച്ച് DYFIയുടെ ചില സഖാക്കൾ ഷാഫിക്കെതിരെ ആക്രമണം നടത്തുവാൻ ശ്രമിച്ചത്. അങ്ങനെ തുടങ്ങിയുള്ള നിരവധി സംഭവവികാസങ്ങൾ ഷാഫിക്കെതിരായ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുകയും ഷാഫിയെ കായികമായി വകവരുത്താനും അതിനോടനുബന്ധിച്ച് പേരാമ്പ്രയിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്തിയ ഹർത്താലും ആ ഹർത്താലിന് സമാപനമായി നടന്ന ചെറിയൊരു പ്രകടനവും ആ പ്രകടനം നയിച്ച ഷാഫിയെ ഞങ്ങൾ ആരും ആക്രമിച്ചില്ല എന്നാണ് പോലീസിന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ ഷാഫിയെ വ്യക്തിപരമായി പോലീസ് തെരഞ്ഞുപിടിച്ച് തരുന്നതിന്റെ ചിത്രം ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാലക്കാട് DCC ഓഫീസ് പരിസരത്തു നിന്ന് പ്രകടനം ആരംഭിച്ച പ്രവർത്തകർ സുൽത്താൻപേട്ട ജംഗ്ഷൻ റോഡാണ് ഉപരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ, കൗൺസിലർ ഭവദാസ്, രമേഷ് പുത്തൂർ, ഹരിദാസ് മച്ചിങ്ങൽ, ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെ അകാരണമായി തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടായിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K രാജകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ മുഖത്ത് നോക്കി തൊണ്ടി എന്ന് വിളിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് കോൺഗ്രസുകാരാണ് ഈ പോലീസുകാരെ തപസ്സറിട്ട് നടന്ന പോലീസുകാരനെ പാൻഡെടുക്കാറാക്കിയത്. അത് പോലീസുകാരൻ മറക്കല്ല. എക്കാലവും പോലീസിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് മാന്യമായ തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന് ഈ പോലീസിനെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മണ്ഡലം സെക്രട്ടറി PR രമേശ് അധ്യക്ഷത വഹിച്ചു. INTUC ആർട്ടിസാൻസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V ബാബു, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK സുരേഷ്, പഞ്ചായത്ത് അംഗം ലക്ഷ്മിക്കുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധ, സന്ദീപ്, സുരേന്ദ്രൻ തരൂർ, A ശാന്തകുമാർ, മുരളിമോഹൻ, സുലൈമാൻ കരിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്കുളങ്ങര സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോട്ടായി സെന്ററിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെ അകാരണമായി തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പെരിയാരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്തൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയാകുമാരൻ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ V രാമചന്ദ്രൻ,
പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ PV അബ്ദുൽ ഖാദർ, ഇസ്മായിൽ പിരിയാരി, പ്രസാദ് കിണാശ്ശേരി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മോഹൻ കാഴ്ചപ്പറമ്പ്, സജീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്തെ MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് 23.685 ഗ്രാം MDMAയുമായി യുവാക്കൾ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാക്കൾ പിടിയിലായത്. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് 23.68 ഗ്രാം MDMAയുമായാണ് ഒറ്റപ്പാലം സ്വദേശികൾ പിടിയിലായത്. ഈസ്റ്റ് ഒറ്റപ്പാലം മത്തക്കൽ വീട്ടിൽ 27 വയസ്സുള്ള അനീസ്, പാലപ്പുറം കള്ളിയത്ത് വീട്ടിൽ 23 വയസ്സുള്ള ഹാരിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരുടെയും വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ഒറ്റപ്പാലം മേഖലയിലെ ലഹരി കച്ചവടത്തിന്റെ മുഖ്യ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. പ്രതി അനീസ് വയനാട്, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. കുറച്ചുനാളായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ DYSP R മനോജ് കുമാർ, നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ A അജീഷിന്റെ നേതൃത്വത്തിലുള്ള ഒറ്റപ്പാലം പോലീസും കൊപ്പം സബ് ഇൻസ്പെക്ടർ ശിവശങ്കരന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കടവല്ലൂർ കല്ലമ്പുറത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചാലിശ്ശേരി സ്വദേശി മരിച്ചു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുന്ന 2 ബൈക്കുകളിലേക്കും ഓട്ടോ റിക്ഷയും ഇടിച്ചു കയറി. അപകടത്തിൽ ഒരു കാൽനട യാത്രക്കാരിക്കും പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ ചാലിശ്ശേരി സ്വദേശി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കൊല്ലത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ചാലിശ്ശേരി ഭാഗത്തു നിന്ന് കല്ലുംപുറത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകളിലും ഒരു ഓട്ടോറിക്ഷയിലും ഇടിച്ചു. അപകടത്തിൽ ഒരു കാൽനട യാത്രക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ബാലികയെ പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. മാത്തൂർ ആരിക്കോട് പാറയ്ക്കൽ വീട്ടിൽ 63 വയസ്സുള്ള കൃഷ്ണദാസാണ് മരിച്ചത്. ആരിക്കോട് AJBS സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4-ന് ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ നിന്നും പാറക്കലിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. വ്യാഴാഴ്ച സ്കൂളിൽ വെച്ച് അസ്വസ്ഥത തോന്നിയ വിദ്യാർത്ഥിനി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഡോക്ടറുടെ പരിശോധനയിലാണ് പീഡിപ്പിച്ച വിവരം വ്യക്തമായത്. കോട്ടായി പോലീസ് കൃഷ്ണദാസിനെതിരെ പോക്സോ കേസിൽ കേസെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ കൃഷ്ണദാസിൻ്റെ വീട്ടിൽ രാത്രി അന്വേഷിച്ചെത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. രാത്രി 10:30യോടെ ആനിക്കോട് പുഴപ്പാലത്തിന് സമീപത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ സമതാളം എന്ന പേരിൽ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കലോത്സവവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. സമതാളം എന്ന പേരിലാണ് ഷൊർണൂരിൽ അംഗനവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചത്. ഷൊർണൂർ മൈൽവാനം ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് അംഗനവാടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഇടപെടുക, കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും അംഗനവാടി കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനും ചിന്തിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ അത്തരം എല്ലാ അംഗനവാടികളും പൂർണ്ണ സജ്ജീകരണത്തോടു കൂടിയാണ്, അല്ലാതെ ചില്ലറ പ്രശ്നങ്ങൾ എന്തെങ്കിലും സജ്ജീകരണത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ KM ലക്ഷ്മണൻ, SG മുകുന്ദൻ, ജിഷ, ഫാത്തിമത്ത് ഫർസാന, നഗരസഭാ സെക്രട്ടറി രാജേഷ്, ICDS സൂപ്പർവൈസർ AM ബിന്ദുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗനവാടി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ അരങ്ങേറി.
നഗരസഭയ്ക്ക് കീഴിലെ 33 അംഗനവാടികളിലെ 100-ലധികം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം ഭിന്നശേഷി കലാമേളയും വൈകിട്ട് സമ്മാനദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ കേരളോത്സവത്തിന് തുടക്കമായി. KVR ഹൈസ്കൂളിൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഈ മാസം 20-ന് കേരളോത്സവം സമാപിക്കും. ഷൊർണൂർ നഗരസഭാ കേരളോത്സവത്തിന് ഞായറാഴ്ച രാവിലെ KVR ഹൈസ്കൂളിലാണ് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൻ്റെ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കലയും കായികവും അതിനകത്ത് ആനന്ദം കണ്ടെത്തുക എന്ന ഉത്തരവാദിത്വം. ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഷൊർണൂർ നഗരസഭയും കേരളോത്സവത്തിലൂടെ ഏറ്റെടുക്കുന്നത്. അത്തരമൊരു ചടങ്ങ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ പലപ്പോഴും നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത പലതും കേരളോത്സവത്തിലൂടെ നമുക്ക് അവരെ പങ്കെടുപ്പിക്കാൻ സാധിക്കുക. കോഴ്സെല്ലാം നമ്മൾ കുറെ കൂടി ജനകീയമായി മാറുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ KM ലക്ഷ്മണൻ, K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, ജിഷ, നഗരസഭാ സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മത്സര വിജയികളായവർക്ക് ചെയർമാൻ MK ജയപ്രകാശ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഓട്ട മത്സരം ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ നടന്നു. KVR ഹൈസ്കൂളിൽ വെച്ച് കലാമത്സരങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. വിവിധ ഇന മത്സരങ്ങൾ അരങ്ങേറി. ഞായറാഴ്ച ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും. ഈ മാസം 20-ന് കേരളോത്സവം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SYS നേതൃത്വത്തിൽ ഒറ്റപ്പാലം വരോട് സ്നേഹലോകം പരിപാടി സംഘടിപ്പിച്ചു. റഫീഖ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. സ്നേഹലോകം പരിപാടിയിൽ കുഞ്ഞു മൊയ്തു അൽ ഹസനി അധ്യക്ഷത വഹിച്ചു. നൌഫൽ പാവുകോണം സ്വാഗതം പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് തഖ്യുദ്ദീൻ അൽ ഹൈദ്രൂസി നേതൃത്വം നൽകി. മുഹമ്മദ് മുസ്ലിയാർ മണ്ണൂർ പതാക ഉയർത്തി. മുഹമ്മദ് റിനീഷ് ആമുഖ പ്രസംഗം നടത്തി. അലിയാർ മാസ്റ്റർ, C മുഹമ്മദ്, ഡോക്ടർ നാസർ, K ഇസ്മായിൽ, ഹമീദ് അൻവരി, ജസീർ സഖാഫി, സൈഫുള്ള, വീരാൻകുട്ടി, TM അബ്ദുൽ സലാം, N മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്സ് മൂവ്മെന്റും വാടനാകുറിശി ആരബി കലാസമിതി വായനശാലയും സംയുക്തമായി വാടനാകുറിശിയിൽ ചിത്രകലാ ശിബിരം സംഘടിപ്പിച്ചു. പ്രഗത്ഭരായ 18 പേർ ചിത്ര ക്യാമ്പിൽ പങ്കെടുത്തു. ചിത്ര പ്രദർശനവും ഒരുക്കിയിരുന്നു. പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റും വാടനാകുറിശി ആരബി കലാസമിതി വായനശാലയും സംയുക്തമായാണ് വാടനാകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ ശിബിരം സംഘടിപ്പിച്ചത്. പ്രമുഖരായ 18 പേർ ചിത്രരചനാ ക്യാമ്പിൽ പങ്കെടുത്തു. അപകടത്തെ തുടർന്ന് ശാരീരിക വെല്ലുവിളി നേരിട്ട് വീൽചെയറിൽ ഇരുന്ന് വരച്ച V ഷഫീഖിൻ്റെ ഓയിൽ പെയിൻറ്റുകളുടെ ചിത്രപ്രദർശനവും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. നേരത്തെ ഉദ്ഘാടന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് CP രാമൻ, ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെൻറ്റ് പ്രവർത്തകരായ PN പരമേശ്വരൻ, അബു പട്ടാമ്പി, പ്രൊഫസർ C അബ്ദുൽ കരീം, ആരബി സെക്രട്ടറി V രമേശ് എന്നിവർ സംസാരിച്ചു. ആരബി ഗ്രന്ഥശാല സെക്രട്ടറി KV ഹരിദാസൻ, V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശ്രീകുമാർ, PP വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യാന്തര പത്രവിതരണ ദിനാചരണത്തിന്റെ ഭാഗമായി 30 വർഷമായി പത്രവിതരണം നടത്തിവരുന്ന മങ്കര കല്ലൂർ സ്വദേശി PM അപ്പുക്കുട്ടനെ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അപ്പുക്കുട്ടനെ പൊന്നാട അണിയിച്ചു. അപ്പോൾ അപ്പുക്കുട്ടനെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ 30 വർഷക്കാലമായി 3:30 മണിക്ക്, അതും ഉൾപ്രദേശമായ കല്ലൂരിൽ നിന്ന് വന്ന് മാങ്കുരിശി സെൻട്രലിൽ നിന്ന് പത്രമെടുത്ത്
6 മണിക്ക് മുമ്പ് പത്രം എല്ലാ വീടുകളിലും എത്തിക്കുന്ന വലിയൊരു പത്ര ഏജന്റിന്റെ ധർമ്മം അദ്ദേഹം നടത്തി വരികയാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിനിടയ്ക്ക് യാതൊരുവിധ പരാതിയോ പരിഭവമോ ഇല്ലാതെ അദ്ദേഹം ഇത് കൊണ്ടു നടത്തി എന്നതിൽ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്. പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ KK റഹിമാൻ, VR രമേശ്, റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ K വള്ളപ്പൻ, PH ഷാഹുൽ ഹമീദ്, ഹക്കീം കല്ലൂർ, NK അഖിൽ, KK കൃഷ്ണൻകുട്ടാല എന്നിവർ സംസാരിച്ചു. അപ്പുകുട്ടൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാണിയംകുളത്ത് DYFI മുൻ നേതാവിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. നേരത്തെ പിടിയിലായ CPIM DYFI നേതാക്കൾ റിമാൻഡിൽ. വിനീഷിനെ വധിക്കാൻ ശ്രമിച്ചത് പഞ്ചായത്തിലെയും സഹകരണ ബാങ്കിലെയും അഴിമതിക്കെതിരെ നിരന്തരം പ്രതികരിച്ചതിൻ്റെ പേരിലെന്ന് BJP. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രി പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് നേതാക്കൾ. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പൊട്ടനായ ഭരണാധികാരി ജനങ്ങൾക്ക് 8ന്റെ പണി നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. ഒറ്റപ്പാലത്ത് MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. 23 ഗ്രാമിലേറെ MDMAയുമായി യുവാക്കൾ പോലീസ് പിടിയിലായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. അറസ്റ്റിലായത് നഗരത്തിലെ പ്രധാന ലഹരി കച്ചവടക്കാരെന്ന് പോലീസ്. കടവല്ലൂർ കല്ലമ്പുറത്ത് വാഹനാപകടത്തിൽ ചാലശ്ശേരി സ്വദേശി മരിച്ചു. അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച്. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് 3 വാഹനങ്ങൾ തകർന്നു. കാൽനട യാത്രക്കാർക്കും പരിക്ക്. മാത്തൂരിൽ പോക്സോ കേസിലെ പ്രതി വിഷം കഴിച്ച് മരിച്ച നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.